ഓം ഗും ഗുരുഭ്യോ നമ. ഓം ഗം ഗണപതയേ നമ. ഓം സംസരസ്വത്യൈ നമ. ഓംകാരപ്പൊരുളാം ജഗജ്ജനനീ നിൻ പാദം സ്മരിച്ചന്യുഹം ശങ്കാഹീനം ഉരച്ചിടാം സവിനയം സത്യം പരം ധീമഹി. പാരാശര്യവജസരോജമമലം ഗീതാർത്ഥകണ്ഠോത്കടം നാനാഖ്യാനഹകേസരം ഹരികഥാ സംബോധനാബോധിതം ലോകേ സജ്ജനഷഡ്പദൈരഹരഃ പേപീയമാനം മുദാ ഭൂയാദ്ഭാരതപങ്കജം കലിമല പ്രധ്വംസിന ശ്രേയസേ. ശ്രീ മഹാഭാരതം കിളിപ്പാട്ട് മൗസലപർവം. പുനരഥ യദുവരന്മാരുമായി കനിവോടുകൂടെ എഴുന്നള്ളിനാഥൻ സമുദ്രതീർത്ഥസ്നാനവും കഴിച്ചവരമത്യപൂജയും കനിവോട് ചെയ്താർ. പിതൃക്കൾക്കു തൃപ്തി വരുത്തി വൈകാതെ യദുക്കൾ ദാനവും ദ്വിജന്മാർക്കു ചെയ്താർ. കളഭമാല്യഭൂഷണ വസ്ത്രങ്ങളാൽ അലങ്കരിച്ചവരഹങ്കരിച്ചേറ്റം ഭുജിച്ചു മദ്യവും ചടിതി സേവിച്ചു ഭജിച്ചു ഭഗവതിയെയും നന്നായി മതിച്ചു. തന്നെത്താൻ മറന്നു യാദവരുദിച്ചൊരു രജോ ഗുണബലത്തിനാൽ ശമപ്രധാന മാനസന്മാരന്നേരം ഭ്രമിച്ചു നാണവും അകലെ കൈവിട്ടാർ. പതകം ഭാരത സമരം മൂലമായി കൃതവർമാവും സാത്യകിയുമുണ്ടായി. പരസ്പരമുള്ളിലവിടെ സ്പർദ്ധയും പെരുത്തതുച്ചത്തിൽ പറഞ്ഞാരന്നേരം വചസാ വന്നീലജയ. അതുമൂലം നിശിതമായുധമെടുത്താരന്നേരം പകുത്തു തങ്ങളിൽ കലഹിച്ചാരേറ്റം പകച്ചിരുത്തി നാരിരുകൂറായി തമ്മിൽ പടുത്വമോടുടനടുത്തു വെട്ടിയും തടുത്തും അമ്പുകൾ തൊടുത്തുടനുടൻ മഴ പെയ്യും വണ്ണം പൊഴിഞ്ഞു അന്യോന്യം പുഴകളെപ്പോലെ ഒഴുകിച്ചോരയും മുറിഞ്ഞു വീഴുകയും ഉടനെ ചാകയും പറഞ്ഞു നിൽക്കവേ കഴുത്തറക്കയും. ജനകനെ പുത്രർ മകനെ താനനും കനിഷ്ഠനെ ജ്യേഷ്ഠൻ കനിഷ്ഠൻ ജ്യേഷ്ഠനെ മരുമകനെ മാതുലനും കൊല്ലുന്നു മരുമകൻ അമ്മാവനെയും കൊല്ലുന്നു. ശിവ 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 ഭവ ഭവ ഭയ ഹര മൃഡ ശിവ ഹര 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 പുരഹര സ്മര ഹര മൃതിഹര. പെരികേ നന്നു മാധവനുടനെ മായയ്ക്കൊരു വസ്തു അരുതാതെയുണ്ടോ. ശരചാപാദികളൊടുങ്ങിയ ശേഷം വിരവൊടേകരകതൃണക്കണിതായി തുലോം മതപരവശ മനസാ തത്വരം യദുകുലവരം അമിതമേരക തൃണമേറ്റു തെരുതരെ മരിച്ചുടൻ കണപമായി വന്നു ശിവശിവചിത്രം. ഒതുങ്ങിക്കൂടിയോരളവതു കണ്ടു ദൃഢനായുള്ളൊരു ബലഭദ്രരാമൻ സമുദ്രത്തിൽ ചാടി മുഴുകി വൈകാതെ സമത്വമോടനന്തനെയും പ്രാപിച്ചു. ഭഗവാൻ അഗ്രജനുടനെ ഗതി കണ്ടു സുഖമേ യോഗം പൂണ്ടിരുന്നരുളിനാൻ. അവനി ഭാരവും അഖിലം തീർന്നു തന്നവതാരകാര്യം കൃതമായി മിക്കതും. ഇനി വൈകുണ്ഠമാം പദം പ്രാപിച്ചിടാമെനിക്കുകാലം വൈകരുതല്ലോ വൃഥ. നിനച്ചേവം ദേവൻ വലത്തെ ശ്രീപാദമണച്ചിടത്തു തൃത്തുടതന്മേൽ വച്ചു നിവർന്നൃജ്ജുദേഹമിരുന്നരുളിനാൻ. പവനൻ തന്നെയുമടക്കി നിശ്ചലം അടച്ചു മൂലാധാരവും ഉറപ്പിച്ചു പടുത്വമോടു കുണ്ടലിനി ശക്തിയെ ജ്വലിപ്പിച്ചു. മേന്മേൽ സുഷുമ്നയാ ചക്രകുലത്തെയുമൊക്കെ ദഹിപ്പിച്ചോരോന്നേ. ദഹനനർക്കന മണ്ഡലത്തോടു തട്ടി ദഹനമണ്ഡലത്തിനെയും പിന്നിട്ടു. സഹസാ മൂന്നഗ്നികളുമായി പീയൂഷ കിരണം മണ്ഡലത്തോടു ചെന്നു തട്ടി. വിയർത്തൊഴുകിയിടും അമൃതധാരയാൽ ലയിച്ച മൂലാധാരവും കുളിർപ്പിച്ച് സപതി ബ്രഹ്മരന്ധ്രവും അമർത്തുള്ളിൽ തപസാ യോഗമോടിരുന്നരുളുമ്പോൾ ത്രിഭുവനമൊക്കെ നിറഞ്ഞ തേജസാ പവനനെ ജയിച്ച് അമൃതപ്ലാവനം വിരവൊടു ചേർത്തു നെറുകയിൽ നിന്നു പരിചൊടു ധൂമം പുറപ്പെടുന്നേരം നിറന്നൊരാൽത്തറ മുകളിലമ്മാറിരുന്നരുളുന്ന ഭഗവത്പാദത്തെ തുടുന്നനെ കാണായിതു കാട്ടാളനു മടുത്തിതു മെല്ലെ മറഞ്ഞു വൃക്ഷത്തെ. വിടവികളുടെ കിമപി സൂക്ഷിച്ച നടവിവാസിനാം കുലജീവാന്തകൻ മുസലശേഷ നിർമ്മിത ശരധരൻ മുസലിസോദര
പദസരോജത്തെ ശിതതരമായ ശരം പ്രയോഗിച്ചാൻ വിധി വിഹിതത്താൽ അതുമതുനേരം ഇരുമ്പുലക്കതൻ കഷണം കൊണ്ട് ശരമായി വന്നിതു പുനരതു ചെന്നു ഭഗവൽ പാദാംഭോരുഹത്തിനു കൊണ്ടു ഭഗവാൻ തന്നുടെ മതമതാകയാൽ